ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിലുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് വളരെയേറെ മുന്നോട്ട് പോയിരിക്കുകയാണ് ഇപ്പോൾ പോളിംഗ് ആയപ്പോൾ. അത് എല്ലായിടത്തും കാണുന്നുണ്ട്, ഏതെങ്കിലും പ്രദേശത്ത് മാത്രമല്ല. കാരണം 10 കൊല്ലമായി ജനങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങൾ അവരെ എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കാൻ ധൃതി കൂട്ടി. അതുകൊണ്ടാണ് പോളിങ്ങിനെ അവർ കാത്തുനിന്നത്. ഇപ്പം ഇന്ന് രാവിലെ മുതൽ വലിയ പ്രവാഹം പോളിംഗ് ബൂത്തിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് UDF ഉണ്ടാക്കിയതല്ല, ജനങ്ങളുടെ വികാരത്തോടൊപ്പം UDF നിന്നു. ഒരു സംശയമില്ല, ഭരണം മാറണം എന്ന് ജനങ്ങൾക്ക് നിർബന്ധമുണ്ട്. അല്ല, ശരിയാണ്. പല പ്രവാസികൾക്കും വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ പലയിടത്തൊന്നും ഫ്ലൈറ്റ് ഇല്ല. ഉള്ളത് തന്നെയാണെങ്കിൽ ഒരു വർഷത്തെ വരുമാനം മുഴുവൻ ചിലവാക്കിയിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ. പലതും ബാംഗ്ലൂരിലും ചെന്നൈയിലും ഒക്കെ ഇറങ്ങിയിട്ട് വേണം വരാൻ. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം കൊണ്ട് 100% പ്രവാസികൾ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വരാൻ കഴിഞ്ഞിട്ടില്ല. അത് ചെറിയൊരു കുറച്ചിൽ ഞങ്ങൾക്ക് പറ്റും. ഞങ്ങൾ 50,000 ഭൂരിപക്ഷമുള്ള ഇടങ്ങളിൽ അത് 45,000 48,000 ഒക്കെ ആയി മാറും. അത് പണ്ട് കാലത്തല്ലേ. ചെറിയ ഭൂരിപക്ഷം ജയിക്കുക പണ്ടാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 10,000-ന് മേലെ എല്ലായിടത്തും ജയിക്കുള്ളൂ. അതിപ്പോൾ 4-ാം തീയതി എണ്ണുന്നവരെ എന്തും പറഞ്ഞൂടെ. ഇപ്പോൾ മെസ്സി വരുമെന്ന് അത്രേമോൻ പറഞ്ഞല്ലോ, വന്നോ? അത്രേമോൻ പറഞ്ഞില്ല. ഇപ്പോൾ താന്നൂരിലെ കൊലപാതകം, ബോട്ട് മുക്കി കുറേ 10-22 ആളുകൾ മരണപ്പെട്ടില്ലേ. അതിലത്രേമോ എന്തൊക്കെ പറഞ്ഞ് ചികിത്സാ സഹായം കൊടുക്കുമെന്ന് പറഞ്ഞു. ഒരു പൈസ കിട്ടിയിട്ടില്ല എന്ന് പരിക്ക് പറ്റിയവർ പറയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ അബ്ദുറഹ്മാൻ്റെ വാക്കിന് നിങ്ങളൊക്കെ വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ കിടക്കും. അബ്ദുറഹ്മാൻ പറഞ്ഞത് ഇപ്പോൾ ഇന്നും പറഞ്ഞിരിക്കുന്നത് വികസനം ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറായില്ല എന്നുള്ളതാണ്. വിവാദ വിഷയങ്ങളിലേക്ക് പോയി വികസനം ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അതിന് പരാജയം ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടാണ്. ഈ വിവാദ വിഷയങ്ങൾ കൊണ്ടുവന്ന ആരാ? ഞങ്ങൾ വികസനവും ഭരണവും മാത്രമാണ് ചർച്ച ചെയ്തത്. അതിനിടയ്ക്ക് വിവാദം കൊണ്ടുവന്ന് മുഴുവൻ LDF ആണ്. ഇപ്പോൾ പേരാമ്പ്രയിൽ ആ ശബ്ദ സന്ദേശം പുറത്തടിച്ച് ഞങ്ങളാ എന്തുകൊണ്ടാ പുറത്തടിച്ച് പഴയ കാഫർ സ്ക്രീൻഷോട്ട് പോലെ ഇതും കൊണ്ടുവന്നു. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവരുന്നത് പരാജയം മുന്നിൽ കണ്ടിട്ട് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. എല്ലായിടത്തും കാസർഗോട്ട് ന്യൂനപക്ഷ മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഒരു കോടീശ്വരനായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തി. ഒരു കാലത്തും 2ാം സ്ഥാനത്ത് പോലും എത്തിയിട്ടില്ല LDF. അവിടെ പരമാവധി 25,000 26,000 വോട്ടാണ് അവിടെ LDFന് കിട്ടിയിട്ടുള്ളത്. 10-30,000 വോട്ടിൻ്റെ ഡിഫറൻസ് 2ാം സ്ഥാനക്കാരും 3ാം സ്ഥാനക്കാരും തമ്മിലുണ്ട്. അവിടെയാണ് കോടികൾ മുടക്കിയിട്ട് ഒരു കോടീശ്വരനെ കൊണ്ടുവന്ന് ഇറക്കി വോട്ടുകൾ ഭിന്നിപ്പിച്ച് BJPയെ ജയിക്കാൻ സഹായിക്കുന്നത്. അവിടെ UDF പരാജയപ്പെട്ട BJPയെ ജയിക്കാമെന്ന് എല്ലാവർക്കും അറിയാം. പാലക്കാട്ടും അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ ഏർപ്പാട് അത് ജനങ്ങൾ തിരിച്ചറിയും. ഈ വിവാദങ്ങൾ ഉണ്ടാക്കി വികസന കാര്യവും കേരളത്തിൻ്റെ ഭരണ തകർച്ചയും ചർച്ച ചെയ്യാതിരിക്കാനുള്ള ശ്രമമാണ് LDF നടത്തിയത്. വലിയ തോതിൽ മുസ്ലിം വോട്ടുകൾ UDFിലേക്ക് കേന്ദ്രീകരിക്കുന്നത് കാണാൻ പറ്റിയിരുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് ഇപ്പം SDPI അവർ പല മണ്ഡലങ്ങളിലും അങ്ങനെ ഇടത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഇപ്പം ആന്തരിക വിഭാഗം അവർ ഇത്തവണ LDFന് ശക്തമായ പിന്തുണ നൽകാൻ തീരുമാനിക്കുക, അങ്ങനെ വാർത്തകളാണ് വരുന്നത്. ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം മാത്രമല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFന് വിജയമായത്. കേരളത്തിലെ ജനങ്ങൾ എല്ലാ വിഭാഗങ്ങളും, എല്ലാ ജനവിഭാഗം, ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും ആരായിരുന്നാലും അവരൊക്കെ ഭരണ തകർച്ചയുടെ പേരിലാണ് UDFൻ്റെ കൂടെ നിന്നത്. ഇപ്പോഴും അത് നിൽക്കും. പിന്നെ ഈ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഈ പറഞ്ഞ സംഘടനകളൊന്നും ഒരു പ്രശ്നമല്ല. ന്യൂനപക്ഷ മനസ്സുണ്ട്, ന്യൂനപക്ഷ ജനങ്ങളുണ്ട്. സംഘടനകൾ എന്തോ പറഞ്ഞോട്ടെ, ന്യൂനപക്ഷത്തിൻ്റെ ഒരു മനുഷ്യരാണല്ലോ, സ്വയം ചിന്തിക്കുക. അവരുടെ മതപരമായ വിശ്വാസങ്ങൾക്ക് ഓരോ സംഘടനയിൽ നിൽക്കും. പക്ഷെ പൊളിറ്റിക്സ് എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും ഭൂരിപക്ഷങ്ങൾക്കും കേരളത്തിൽ നന്നായി അറിയും. ആ പൊളിറ്റിക്സ് അറിയുന്ന കേരള സമൂഹത്തെയാണ് UDF വിശ്വസിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് കാന്തപുരത്തെ നേരിട്ട് ലീഗ് നേതാക്കന്മാരും സ്ഥാനാർത്ഥികളൊക്കെ പോയി കണ്ടിരുന്നു, UDF നേതാക്കന്മാരെ കണ്ടിരുന്നു. പക്ഷേ അവർ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ പിന്തുണ ഇടതുപക്ഷത്തിനാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ പറഞ്ഞു എന്നൊരു വാർത്ത വന്നു, അത് നിഷേധിച്ചു എന്ന് വാർത്ത വന്നു, പലതരം വാർത്തകളും വരുന്നിട്ടുണ്ട്. ഞങ്ങളതിലൊന്നും ഇടപെടുന്നില്ല. ഞങ്ങളെ നേതാക്കന്മാരൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാ മതസംഘടനാ നേതാക്കന്മാരെയും പണ്ഡിതന്മാരെയും പോയി കണ്ടിട്ടുണ്ട്. അത് എല്ലാ ഇലക്ഷനും നടത്തുന്ന മര്യാദയാണ്. അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവരാരും UDFനോ ലീഗിനോ എതിരാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. എത്ര സീറ്റ്? 140
എന്ന് പറയാതിരുന്ന ഏതെങ്കിലും ഒരു സീറ്റ് ഞങ്ങൾ തോൽക്കുന്ന അർത്ഥം വരും. അതുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തിന് UDF അധികാരത്തിൽ വരും, നല്ല മെജോറിറ്റി. ഒരുപക്ഷെ കേരളത്തിൽ ഇതുവരെ ആർക്കും ഇല്ലാത്ത മെജോറിറ്റി UDFന് കേരള നിയമസഭയിലുണ്ടാകും. മലപ്പുറത്ത് അത് 100%